വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കളിക്കളങ്ങൾ നിർമ്മിക്കുകയാണ്. എന്നാൽ ഇടുക്കി കരുണാപുരത്ത് ഗ്രാമപഞ്ചായത്തിൽ കളിക്കുന്ന യുവാക്കളെ വിലക്കുകയാണ് ഭരണസമിതി. മേഖലയിലെ യുവാക്കളിൽ നിന്നും കായിക പ്രേമികളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുൻപിലും നടുറോഡിലും വോളിബോൾ കളിച്ചുകൊണ്ടാണ് യുവാക്കൾ പ്രതിഷേധിച്ചത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Presented by Santa Monica Study Abroad. പഠിക്കാമിനി അതിരുകളില്ലാതെ. വോളിബോൾ എന്നത് കരുണാപുരത്ത് പതിറ്റാണ്ടുകളായി തലമുറകൾ കൈമാറി വന്ന ഒരു കായിക ഇനമാണ്. പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു വോളിബോൾ കോർട്ടെങ്കിലുമുണ്ട്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ കളിക്കളത്തിൽ 50-ലധികം ചെറുപ്പക്കാരാണ് വൈകുന്നേരങ്ങളിൽ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന കളി കഴിഞ്ഞ ആഴ്ചയാണ് വീണ്ടും യുവാക്കളുടെ കൂട്ടായ്മ ആരംഭിച്ചത്. ഒരാഴ്ചയോളം കളിയും തുടർന്നു. ഉടനെ ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റുള്ളവരും പോലീസിനെ വിളിച്ചു വരുത്തി ഇവിടെ കളിക്കുവാനാകില്ലെന്ന് പറയുകയായിരുന്നു. തുടർന്ന് നെറ്റും ബോളും അടക്കം അധികൃതർ എടുത്തുകൊണ്ടുപോയി. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കൂട്ടാൽ പന്ത് കളിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ 5 പതിറ്റാണ്ടായിട്ട് ഇവിടെ പന്ത് കളിച്ചുകൊണ്ടിരുന്ന കോർട്ടാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഇവിടെ പന്ത് കളി നടക്കുന്നില്ല. കാരണം ബസ് സ്റ്റാൻഡിന് വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലം യഥാർത്ഥത്തിൽ ഇത് ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി എടുത്ത സ്ഥലമാണ്. അതിനുശേഷം അന്നിരുന്ന ഭരണസമിതി ഇത് ബസ് സ്റ്റാൻഡാക്കി മാറ്റി. ബസ് സ്റ്റാൻഡാക്കി മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ നിർമ്മിച്ചുകൊണ്ട് പന്ത് കളിക്കാൻ ആളുകളെ സമ്മതിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള ആക്രമണമോ ഏത് തരത്തിലുള്ള കയ്യേറ്റവും ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന ആ സംഭവം തുടരുക മാത്രമാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പം ലഹരിക്കെതിരായിട്ടും ഈ യുവാക്കളായിട്ടുള്ള ആളുകൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നതിനെതിരായിട്ട് അവരൊരു പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നാട്ടിലെല്ലാം കളിക്കളങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ആ സർക്കാരിന്റെ ഭാഗമായി നിൽക്കേണ്ടവർ തന്നെ ഇവിടുത്തെ കളിക്കളം നശിപ്പിക്കുകയാണ്. ബോളും നെറ്റും വാങ്ങാൻ പൈസ ഇല്ലാതിരുന്ന യുവാക്കൾ കരോൾ നടത്തി സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് ഇതെല്ലാം വാങ്ങിയത്. ഇതാണ് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരെത്തി മുറിച്ചു കൊണ്ടുപോയത്. ഈ നെറ്റ് മേടിക്കാൻ ഞങ്ങൾക്ക് നെറ്റും ബോളും സംഘടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരോൾ നടത്തിയാണ് ഈ നെറ്റും ബോളും സംഘടിപ്പിച്ചത്. രാത്രി ഞങ്ങൾ ഓരോ വീടുകളും കയറി കരോൾ ഗാനങ്ങൾ പാടിയാണ്. അതിൽ നിന്ന് കിട്ടിയ തുച്ഛമായ പൈസ കൊണ്ടാണ് ഞങ്ങൾ ഈ നെറ്റ് വാങ്ങിച്ചത്. ആ നെറ്റാണ് ഇന്നലെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വന്ന് കണ്ടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അഴിച്ചു മാറ്റുമല്ല, കണ്ടിച്ചു മാറ്റി കൊണ്ടുപോകുമായിരുന്നു. അതായത് പട്ടാപ്പകർ തന്നെ വന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ അവർ കണ്ടിച്ചു കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിരവധി ആളുകൾ പണ്ട് കാലം തൊട്ടേ മരിച്ചുപോയ ആളുകളുണ്ട്. പോമാക്കുട്ടി, ബിജോ, അതായത് നമ്മുടെ ഒരു 6 മാസമേ ഉള്ളൂ ബിജോ എന്നുള്ള ഒരാൾ. പുള്ളി എല്ലാ ദിവസവും വന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പഴയ ഒരുപാട് ആളുകൾ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നതാണ്. പഴയ തലമുറ, ഒരുപാട് പ്രായമുള്ള ആൾ. ഇദ്ദേഹമൊക്കെ നേരത്തെ തൊട്ടേ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇവിടെ. ഇപ്പം നമുക്ക് നിലവിൽ ഇവിടെ ഒരു കളിസ്ഥലം അനുവദിച്ചു തരണം. അതായത് മറ്റു തടസ്സങ്ങൾ ആർക്കും ഒരു തടസ്സമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ വന്നാണ് കഴിഞ്ഞ ദിവസം ഇതുവരെ തടസ്സപ്പെടുത്തിയത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇതേസമയം ഗ്രൗണ്ടിന് സമീപം ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് കളി നടക്കുന്നതെന്നും അത് അനുവദിക്കുകയില്ലെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ ബാങ്കിന്റെ പ്രവൃത്തി സമയം കഴിഞ്ഞ ശേഷം 6 മണിയോടുകൂടി മാത്രമേ കളി ആരംഭിക്കുകയുള്ളൂവെന്ന് കായിക താരങ്ങളും വ്യക്തമാക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് യുവാക്കളുടെ ഇടയിൽ നിന്നും ഉയരുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Presented by Santa Monica Study Abroad. പഠിക്കാമിനി അതിരുകളില്ലാതെ.